ഇന്ന് നമുക്ക് നല്ലൊരു നാരങ്ങക്കറി ഉണ്ടാക്കാം. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങയാണ് കേട്ടോ. അപ്പം അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർത്തെടുത്ത് വെക്കാം കേട്ടോ. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കാന്താരി മുളകും 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു നാരങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരച്ച ശർക്കര കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങ കറി റെഡിയാവും. ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.